ആശങ്ക, ഭീതിയിൽ ജനം. വരന്തരപ്പള്ളിയിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുടുംബവഴക്കിനെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ്. തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. ചാവക്കാട് മാമാ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. 3.5 പവൻ സ്വർണം കവർന്നു. കയ്പമംഗലം 3 പീടികയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്ന് മന്ത്രി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തെരുവ് നായ്ക്കളെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങളേറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന ആശങ്ക, ഭീതിയിൽ ജനം. TCV സ്പെഷ്യൽ റിപ്പോർട്ട്. അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് TCV പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വ്യാപകമായി തെരുവു നായ്ക്കളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അന്ന് പോലീസ് ഒരു സ്പെഷ്യൽ സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. ചില തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനത്തിന്റെ ഭാഗമായി തെരുവു നായകളെ മാരകമായി ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സമീപ ദിവസങ്ങളിൽ ജില്ലയിലും ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് പുല്ലരിയിൽ ഒരു തെരുവ് നായയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ഒരു വാർത്ത TCV സംപ്രേഷണം ചെയ്തു. അന്ന് സമീപത്തുള്ള ഒരു വീട്ടമ്മ ഈ നായയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. ആ നായ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ പറപ്പൂർ അന്നകരയിലാണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. ഇവിടെ സമീപ ദിവസങ്ങളിലായി ഏതാനും നായ്ക്കളെ ഇത്തരം രീതിയിൽ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. ഇത് പുറത്തറിയുന്നത് കലാകാരൻ കൂടിയായ ശ്രീ ദേവരാജൻ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം TCV അറിയുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഏതാണ്ട് 3 ആഴ്ചകളായിട്ട് ഈ നായ നമ്മുടെ ഈ വീടിന്റെ പരിസരത്തും പുറത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തിൽ വലിയൊരു മുറിവുണ്ട്. അത് മാരകമായ മുറിവ് തന്നെയാണ്. വലിയ ആയുധം കൊണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാവണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളതിനെ പെട്ടെന്നൊന്നും അതിനെ പിടിച്ച് കെട്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിഞ്ഞാന്ന് രാത്രി വൈകുന്നേരം നമ്മളതിനെ കണ്ടു. അതിൻ്റെ വറകുവരയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തലേദിവസങ്ങളിലൊക്കെ വറകുവരൊന്ന് കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മിനിഞ്ഞാന്ന് ഈ മണം പൊന്തുകയും അവിടെ ഞാനും എൻ്റെ മകനും കൂടി അതിനെ വറകും വരയിൽ എടുത്ത് കുഴി കുത്തി. അതിന് ഇതുപോലെ നേരത്തെയും വീട്ടിലെ നായ തന്നെ ഇങ്ങനെ ആക്രമണത്തിനിടയായിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതേ എൻ്റെ വീട്ടിൽ തന്നെ ഇതേ മട്ടിൽ ഞങ്ങൾ വളർത്തുന്ന ഒരു നായ, അതിന് ബ്രൗണീനെ വിളിക്കാറുള്ളത്. അത് ഇതേ മട്ടിൽ തന്നെ 2 വർഷം മുന്നേ തലയ്ക്ക് മാരകമായി വെട്ടിച്ചിട്ട് മരിക്കുകയുണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവം കൂടി പറഞ്ഞു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലാബ്, ഒരു വലിയ നായയാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള നായയാണ്. അതിനെ ഗൺ ഷോട്ട് കൊണ്ട് ആരോ വെടിവെച്ചിട്ട് ഈ ഷോട്ട്, ഈ ബുള്ളറ്റ് ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. അവിടെ മുഴുവനും 2 ഭാഗങ്ങളിലും രക്തം ഒലിപ്പിച്ചിട്ട് വാർന്ന നായ ഈ എൻ്റെ ഇതുപോലെ ഒരു മോട്ടോർ ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ വന്ന് കിടക്കാറുണ്ട്. ഒരാഴ്ച മുമ്പ് പുല്ലഴിയിലുണ്ടായ സംഭവം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹം ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ സംഭവവും പുറത്തറിയുന്നത്. ഇതുപോലെ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം. കാരണം നേരത്തെയും ഇത്തരം റിപ്പോർട്ടുകൾ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പറപ്പൂർ അന്നകരയിലേതിന് സമാനമായി പുല്ലഴിയിലും ഒരാഴ്ച മുമ്പ് തെരുവ് നായ്ക്ക് ക്രൂരമായി വെട്ടേറ്റിരുന്നു. അന്ന് ആ നായയെ സംരക്ഷിച്ച് ചികിത്സ നൽകിയ വീട്ടമ്മയായ സതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയും. അന്നിവിടെ നന്നായി മുറിവുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്ത് മോൾഭാഗം ഇങ്ങനെ മുറിഞ്ഞ പോലെയായിരുന്നു. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചികിത്സ കൊടുത്തതാണ്. എന്തോ ആയുധം കൊണ്ട് വെട്ടി നന്നായി പരിക്കേൽപ്പിച്ച പോലെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സിച്ചിട്ട് ഇപ്പോൾ ഭേദമുണ്ട്. അങ്ങനെ ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ജില്ലയിലും മറ്റു പലയിടങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ആയുധ പരിശീലനത്തിനായി വെട്ടി പരിക്കേൽപ്പിക്കുന്നതാണോ അതോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ എന്ന് കണ്ടെത്തേണ്ടത് അധികൃതരാണ്. അങ്ങനെ ജനങ്ങളുടെ ഭീതി അകറ്റുകയും വേണം. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. വരന്തരപ്പള്ളിയിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവാണ് കൊലപാതകം നടത്തിയത്.
പോലീസ് സ്റ്റേഷനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് മരിച്ചത്. സംഭവം നടന്നത് ശനിയാഴ്ചയാണെങ്കിലും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ചയാണ്. ദിവ്യയുടെ മുഖത്തും കഴുത്തിലുമുള്ള ചില പാടുകൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു. ദിവ്യയുടെ ബന്ധുക്കൾ ആദ്യം പരാതി ഉന്നയിച്ചില്ലെങ്കിലും പോലീസിന്റെ നിഗമനങ്ങളിൽ വീട്ടുകാർക്കും സംശയമുണ്ടാവുകയായിരുന്നു. ഇതോടെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ദിവ്യയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പനിയും അലർജിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടുവെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോനും ബന്ധുക്കളും പറഞ്ഞിരുന്നത്. ഞായറാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തി മൃതദേഹത്തിലെ പാടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കുഞ്ഞുമോന്റെ കള്ളം പൊളിഞ്ഞത്. പോലീസ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം കുറ്റസമ്മതം നടത്തി. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. വരന്തരപ്പള്ളിയിൽ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. വെട്ടിങ്ങപ്പാടം സ്വദേശി പാറയ്ക്ക വീട്ടിൽ ദിബീഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് കുട്ടൂലിപ്പാടത്ത് വെച്ച് ദിബീഷ് സഞ്ചരിച്ച സ്കൂട്ടർ കാറിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദിബീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. പൂതനക്കര കിണറ്റിൻകര വീട്ടിൽ ശങ്കരനാരായണനാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്നു. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ് പ്രധാനമായും കണ്ടുവരുന്നത്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ക്ഷീണം എന്നിവയും ലക്ഷണങ്ങളാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം നിലവിൽ കേരളമാണ്. ചാവക്കാട് മാമ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. 3.5 പവന്റെ സ്വർണ്ണമാല മോഷണം പോയി. പാലുവായി ചിറ്റാട റോഡിൽ മേച്ചേരി റഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബം ശനിയാഴ്ച വൈകിട്ട് എത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ ഗ്രിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈപ്പൊങ്കല 3 പീടികയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. വ്യാപാര ഭവനടുത്ത് കൊറ്റായിപ്പറമ്പിൽ സിദ്ദിഖിന്റെ വീടാണ് കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. സിദ്ദിഖും കുടുംബവും വിദേശത്താണ്. പരിസരത്തുള്ളവരാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകൾ തുറന്നിട്ടിട്ടുണ്ട്. വീടിനകത്ത് സ്വർണവും പണവും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്ന് മന്ത്രി. മധ്യവേനൽ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൃശൂർ മൃഗശാലയും മ്യൂസിയങ്ങളും സന്ദർശിച്ചത് 72,014 പേരാണ്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായാണ് നടക്കുന്നത്. ജൂൺ മാസം അവസാനത്തോടെ പുത്തൂർ മൃഗശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. സെപ്റ്റംബറിൽ തന്നെ മൃഗശാല പുത്തൂരിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മൃഗശാല എന്ന് വിളിക്കപ്പെടുന്ന സുവോളജിക്കൽ പാർക്കിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് പുത്തൂർ പോവുകയാണ്. അവിടേക്ക് കൊണ്ടുവരേണ്ട മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ടെല്ലാം അവസാനിക്കും. സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് സെപ്റ്റംബർ മാസത്തോടുകൂടി തുറന്നു കൊടുക്കണം എന്ന വിധത്തിലാണ്. ആ വിധത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ മൃഗങ്ങളെയും ജൂൺ ജൂലൈ മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കാനാകും. വിദേശത്ത് നിന്ന് 4 മൃഗങ്ങളാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള EOI ക്ഷണിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് 6 മാസക്കാലത്തെ സമയമാണ് പൊതുവിൽ അതിന് വരാൻ വേണ്ടി പോകുന്നത്, അനാക്കോണ്ട ഉൾപ്പെടെ. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കും. അനാക്കോണ്ട അടക്കം വിദേശങ്ങളിൽ നിന്നായി 4 മൃഗങ്ങളെയും 4 സംസ്ഥാനങ്ങളിലെ മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളെയും പുത്തൂരിലെത്തിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് മൃഗങ്ങളെ മാറ്റുന്ന നടപടികൾ വൈകില്ലെന്നും കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചതായും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സൂ അതോറിറ്റിയുടെ അനുവാദം ഇതിനകം ലഭ്യമായതാണ്. അതിനുണ്ടാകുന്ന സാങ്കേതികമായൊരു കാലയളവുണ്ട്. എല്ലാ കാലത്തും ഇത്ര നാൾക്കുള്ളിൽ മാറ്റണം എന്ന പ്രശ്നം വരും.
അത് പിന്നീട് നീട്ടിത്തരും. സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് ഉണ്ടാകുക. അത് നീട്ടി നൽകാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കത്ത് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അവരുമായി അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു തടസ്സവും ആകില്ല. കൃത്യമായിട്ട് ആ കാര്യം നടന്നു വരും. മൃഗങ്ങളെ മാറ്റുന്ന നടപടി കൃത്യമായി തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആദ്യഘട്ടമായിട്ട് അത് നാടിന് സമർപ്പിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് മയിലടക്കം വിവിധയിനം പക്ഷികളെയും മാനുകളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. വ്യത്യസ്തമായ പക്ഷിമൃഗാദികളെത്തുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ഏവരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ തിരക്കാണ് തൃശൂർ മൃഗശാലയിൽ അനുഭവപ്പെടുന്നത്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതോടെ ഈ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. പുതുക്കാട് അശോക റോഡിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് വെട്ടേറ്റു. പുതുക്കാട് സ്വദേശി ആലപ്പാടൻ വീട്ടിൽ ജെറാൾഡിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ റാഫേലിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പരിക്കേറ്റ ജെറാൾഡിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെണ്ടൂരിൽ മാംസവിൽപ്പന കടയിൽ നിന്ന് വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തി. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപത്തുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി. വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത്. പരാതിയായതോടെ ഉടമ കട പൂട്ടി സ്ഥലം വിട്ടു. ആരോഗ്യ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കട അടഞ്ഞുകിടക്കുകയായിരുന്നു. പരാതിക്കാരന്റെ വീട്ടിലെത്തിയ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറച്ചിയുടെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസവിൽപ്പനശാലയാണിതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഈ കടയെക്കുറിച്ച് മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചിട്ട സ്ഥാപനം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ എല്ലാ മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങളും 15 മുതൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. തിങ്കളാഴ്ച വീണ്ടും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം മുൻപ് പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിലെ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് കട അടപ്പിച്ചിരുന്നു. മാള അണ്ണന്നൂരിൽ ബൈക്ക് അപകടത്തിൽ വൈന്തല സ്വദേശി മരിച്ചു. വൈന്തല കണിച്ചായി വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ജലസേചന വകുപ്പ് മുൻ ജീവനക്കാരനാണ്. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തിയ വിദ്യാർത്ഥിക്ക് പാറയ്ക്ക് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് ഗുരുതര പരിക്ക്. വടൂക്കര സ്വദേശി ഷമീറിന്റെ മകൻ ഷഹബീനാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹബീനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയ്യന്തൂർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഷഹബീൻ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഭൂരിഭാഗം കുട്ടികളെയും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം ഏതാനും കുട്ടികൾ ഇപ്പോഴും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ് വൈസ് അനുസരിച്ച് ഏതൊക്കെ കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി ഇന്ന് രാത്രിക്കുള്ളിൽ എല്ലാ ടീച്ചർമാരോടും കൃത്യമായി ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ പേരും അഡ്രസ്സും വയസ്സും പ്രശ്നമുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ PTA എത്രയും പെട്ടെന്ന് ഏറ്റവും എമർജൻസി ആയിട്ട് സ്കൂൾ PTA വിളിച്ച്
പാരൻസിൻ്റെ മാതാപിതാക്കളുടെ ഇതിലുള്ള അഭിപ്രായം ചോദിച്ച് അതിൽ ഇനി അവരുടെയും കൂടി നിർദ്ദേശം അനുസരിച്ചുള്ള മറ്റു വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നുമാണ് ആരോഗ്യ വിഭാഗം വിലയിരുത്തുന്നത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും എഇ വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ, വാർഡ് മെമ്പർ എം കെ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക കെ എ സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. TCV എരുമപ്പെട്ടി. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിൽ തെങ്ങ് വീണ് ബോഗികൾ ഏർപ്പെട്ടു. 3/4 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 6:30 പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. റെയിൽപാതയ്ക്ക് സമീപത്ത് നിന്നിരുന്ന തെങ്ങ് ട്രെയിനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ ട്രെയിനിന്റെ നടുഭാഗത്ത് വെച്ച് ബോഗികൾ വേർപെട്ടു. ട്രെയിനിലെ ജീവനക്കാർ തന്നെ പുറത്തിറങ്ങി തെങ്ങ് മുറിച്ചുമാറ്റി. 6:50 ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ട്രെയിൻ യാത്രക്കാരുമായി വന്ന ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് അരമണിക്കൂറോളം വൈകിയാണ് സർവീസ് പുനരാരംഭിച്ചത്. തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിൽ നിന്ന് അഴിച്ചുമാറ്റിയ ബട്ടി സീബ്ര വീണ്ടും പുനഃസ്ഥാപിച്ചു. കാഴ്ചപരിമിതർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച ഉയർന്ന ശബ്ദമുള്ള ബട്ടി സീബ്ര പൂരത്തോടനുബന്ധിച്ച് അഴിച്ചുമാറ്റിയിരുന്നു. എന്നാൽ പൂരം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിച്ചില്ല. ഇതിനാൽ കാഴ്ചപരിമിതർ അടക്കമുള്ള കാൽനട യാത്രികർക്ക് വലിയ ദുരിതമായി മാറുകയും ചുവന്ന സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾ നിർത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. ഞായറാഴ്ചയാണ് ബട്ടി സീബ്ര നായ്ക്കനാലിൽ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. ട്രാഫിക് ഇൻസ്പെക്ടറായ ബേബിയാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ. തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർന്ന ഭാഗം മൃഗശാല അധികൃതർ താൽക്കാലികമായി അടച്ചു. കാലപ്പഴക്കം കൊണ്ട് തകർച്ചാ ഭീഷണി നേരിടുന്ന തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ഇതുവഴി സാമൂഹ്യ വിരുദ്ധർക്ക് മൃഗശാലയ്ക്ക് ഉള്ളിലേക്ക് കടക്കാവുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഇത് സംബന്ധിച്ച് TCB കഴിഞ്ഞ ദിവസം വാർത്തയും നൽകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മൃഗശാല അധികൃതർ ഇടിഞ്ഞ ഭാഗം താൽക്കാലികമായി അടച്ചു. ഈ മതിൽ പുനർനിർമ്മിക്കാനായി പൊതുമരാമത്ത് വകുപ്പിന് മൃഗശാല അധികൃതർ ആവശ്യമായ തുക കൈമാറിയിട്ടുണ്ടെങ്കിലും മതിൽ പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികളൊന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ആരംഭിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നവരുടെ എണ്ണമേറുന്നു. വിവരങ്ങൾ ലഭ്യമല്ല, അപേക്ഷ ബാധകമല്ല എന്ന മറുപടികൾ നൽകരുതെന്ന് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നിയമത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നവരുടെ എണ്ണമേറുകയാണ്. ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അപേക്ഷയാണെങ്കിൽ 48 മണിക്കൂറിനകം മറുപടി നൽകണമെന്നാണ് നിയമം. ഇതേസമയം വിവരാവകാശ അപേക്ഷകളിൽ 30 ദിവസം കഴിഞ്ഞ് മറുപടി നൽകിയാൽ മതിയെന്ന ധാരണ പുലർത്തുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. അപേക്ഷകളിൽ 5 ദിവസത്തിനകം നടപടി ആരംഭിക്കണമെന്ന് നിയമം പറയുന്നു. വിവരങ്ങൾ ലഭ്യമല്ല, അപേക്ഷ ബാധകമല്ല എന്ന മറുപടികൾ നൽകാൻ പാടില്ലെന്ന് വിവരാവകാശ കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. വിവരാവകാശ നിയമം സെക്ഷൻ 31 പ്രകാരം അപേക്ഷകനെ വിവരം നിഷേധിച്ചാലും തെറ്റായ വിവരം നൽകിയാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. വിവരാവകാശ അപേക്ഷകരെ പബ്ലിക് ഓഫീസറും 1ാം അപ്പീൽ അധികാരിയും ഹിയറിംഗിന് വിളിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപേക്ഷകൻ ആവശ്യപ്പെട്ടാൽ 1ാം അപ്പീൽ അധികാരികൾ ഇങ്ങനെ ചെയ്യുന്നതിൽ വിരോധമില്ലെന്നും വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാറിൽ തട്ടി നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. ചാവക്കാട് ഇടക്കളത്തിൽ റിനീഷയ്ക്കാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ വാൻ എതിർദിശയിൽ നിന്നും എത്തിയ കാറിൽ തട്ടിയാണ് മറിഞ്ഞത്. വാനിന്റെ മുൻചക്രങ്ങൾ 2 മൂരിപ്പോയി. 15ഓളം യാത്രക്കാരായിരുന്നു വാനിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ റിനീഷയെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല.
ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പടിയൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന രേഖ, മാതാവ് മണി എന്നിവരെ 2-ാം തീയതിയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. രേഖയുടെ ഭർത്താവ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറാണ് കൊലപാതകം നടത്തിയത്. പ്രേംകുമാർ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രേഖയെ പ്രേമം നടിച്ച് കല്യാണം കഴിച്ചത്. പ്രതിക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം നടന്ന് 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അടമനട കല്ലൂരിൽ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി കാറിന്റെ ചില്ലടിച്ചു തകർത്ത സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. പാലിശ്ശേരി സ്വദേശി ശ്രീകാന്താണ് അറസ്റ്റിലായത്. കല്ലൂർ മഠത്തമ്പടി വീട്ടിൽ അൻവറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച രാത്രി ആക്രമണം നടന്നത്. ശ്രീകാന്തിന്റെ ബന്ധുവിൽ നിന്ന് അൻവറിന്റെ മകൻ വായ്പ വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. വെങ്ങടങ്ങ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സണ്ണി വടക്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ PK പീതാംബരന്റെ മരണത്തിൽ സർവകക്ഷി അനുശോചന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് കുഴഞ്ഞു വീണത്. CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും വെങ്ങടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റുമാണ് സണ്ണി വടക്കൻ. തൃശൂർ നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ബലക്ഷമതാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിയാറായി. ഈ സാഹചര്യം വിനിയോഗിച്ച് ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. ചട്ടപ്രകാരം കോർപ്പറേഷന് കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ വൻകിടക്കാർക്ക് നേരെ കോർപ്പറേഷൻ അധികാരികൾ കണ്ണടയ്ക്കുകയാണ്. മുനിസിപ്പൽ ചട്ടം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്താൻ മേയർ തയ്യാറാകണമെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി കടപ്പുറം മുനിക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വലിയ മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്കടുപ്പിച്ചു. ബോട്ടിൽ നിന്ന് വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ പുറത്തെത്തിച്ചു. 50ഓളം ബോട്ടുകളാണ് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുൻപ് തന്നെ വറുതിയുടെ നാളുകൾ തുടങ്ങിയിരുന്നു. നിരോധനത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണയുണ്ടാവാതിരുന്നത് മേഖലയ്ക്ക് തിരിച്ചടിയായി. കടൽക്ഷോഭവും ട്രോളിംഗിന് തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ തിരിച്ചടിയായതായി തൊഴിലാളികൾ പറഞ്ഞു. ഈ 9-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത ട്രോളിംഗ് നിരോധനം 55 ദിവസം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊക്കെ കടങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും മത്സ്യലഭ്യത കുറവ്, പിന്നെ അതുപോലെ തന്നെ ഡീസലിൻ്റെ വിലവർദ്ധനവൊക്കെയാണ്. അപ്പോൾ അത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ട്രോളിംഗ് നിരോധനം ആകുമ്പോൾ 2 ദിവസം സർക്കാരിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേക പാക്കേജുകൾ നൽകിക്കൊണ്ട് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ട്രോളിംഗ് നിരോധനം കൂടിയെത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മത്സ്യലഭ്യത കുറവിന്റെ പ്രതിസന്ധി ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള 2-3 ആഴ്ചകളിലെ ഉയർന്ന മത്സ്യലഭ്യത കൊണ്ട് ഒരു പരിധിവരെ മറികടക്കുന്നതായിരുന്നു മീൻപിടുത്ത ബോട്ടുകാരുടെ പതിവ്. ഈ പതിവിനാണ് ഇക്കുറി മാറ്റമുണ്ടായത്. ഈ ദിനങ്ങളിലെ പ്രതിസന്ധി തീർക്കാൻ തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നും നിരോധന സമയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം അധികൃതർ ഇടപെട്ട് തടയണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വറുതിയുടെ സമയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലുമില്ല. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്ന തൊഴിൽ സമയത്തെല്ലാം വിദേശമായ മത്സ്യങ്ങളോ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അന്തരീക്ഷത്തിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനമാണെങ്കിലും അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കും. അതിന് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായിട്ട് പറയുകയാണ്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. വേനൽക്കാലത്തെ ഇന്ധനച്ചെലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും പണി നേരത്തെ തന്നെ നിർത്തിയിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്.
കൊടുങ്ങല്ലൂർ അഴീക്കോട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വലപ്പാട് കരയാമുട്ടം സ്വദേശി ഇരുവേലി വീട്ടിൽ നവീൻ, വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കളരിക്കൽ വീട്ടിൽ ദിലീപ്, മേത്തല പടന്ന സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ സക്കു എന്ന ബെന്യാമിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമവർമ്മപുരം കുറ്റുമുക്ക് സ്വദേശി ഇലമുറ്റത്ത് വീട്ടിൽ സതീഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാടും നൽകിയ ആദരം ഏറ്റുവാങ്ങി അന്തിക്കാട്ടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക ചക്കമ്പി തങ്ക യാത്രയായി. 1955 തൃശൂർ അന്തിക്കാട് കരിക്കൊടി പ്രദേശത്ത് തൊഴിലിനും കൂലിക്കുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചകിരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത വനിതാ സഖാവാണ് ചക്കമ്പി തങ്ക. CPI ജന്മശതാബ്ദിയുടെ ഭാഗമായി കരിക്കൊടി ചകിരി തൊഴിലാളി സമരസ്മരണ സംഘടിപ്പിച്ചിരുന്നു. സമരത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരിക്കുന്ന 13 പേരെ ആദരിക്കുന്ന ചടങ്ങിൽ ചക്കമ്പി തങ്കയെയും ആദരിച്ചിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തങ്കയുടെ മകൻ രാജനാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. അന്തിമ നിമിഷത്തിൽ ആദരവ് ചടങ്ങിൽ നൽകിയ പൊന്നാടയും സമര ഉപഹാരവും ചേർത്ത് പിടിച്ചാണ് കഴിഞ്ഞ ദിവസം തങ്ക ഉറങ്ങിയത്. രാവിലെ മരണപ്പെടുകയായിരുന്നു. ചക്കമ്പി മാധവനാണ് ഭർത്താവ്. മന്ത്രി കെ രാജൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. കേരള കലാമണ്ഡലത്തിന് സമീപം നിയന്ത്രണം തെറ്റിയ കാർ 15 അടി താഴ്ചയുള്ള വീട്ടിലേക്ക് മറിഞ്ഞു. കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന അഡ്വക്കേറ്റ് ജാസ്മിന്റെ വീട്ടിലേക്കാണ് തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോരുന്ന കുടുംബത്തിന്റെ കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുൻപും 3 അപകടങ്ങൾ സമാനമായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വീട്ടുടമ പറഞ്ഞു. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. വളർത്തുപശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയ ദിവസം മുതൽ രാത്രികാലത്ത് എല്ലായിടത്തും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാഴച്ചാൽ DFO IS സുരേഷ് ബാബു അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കും. പശു ചത്തുകിടന്ന ഭാഗത്ത് പിറ്റേ ദിവസവും പുലിയെ കണ്ടത് തോട്ടം മേഖലയിൽ അങ്കലാപ്പുണ്ടാക്കിയിരുന്നു. ഇവിടെ തന്നെ ഒരു പുലിക്കുട്ടിയെ കണ്ടതാണ് ആളുകൾക്ക് ഏറെ ഭയമുണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനും DFO തീരുമാനിച്ചിട്ടുണ്ട്. പുലി വകവരുത്തിയ പശുവിന്റെ ഉടമ കുറ്റിയിൽ ബിജുവിന് നഷ്ടപരിഹാരം നൽകുമെന്നും DFO പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ ജുമാ മസ്ജിദ് വളപ്പിൽ അതിക്രമിച്ചു കയറി മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. ഉഴുവത്തുകടവ് തക്വ ജുമാ മസ്ജിദ് വളപ്പിലെ മരങ്ങളാണ് അയൽവാസി വെട്ടി നശിപ്പിച്ചത്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഇക്ബാലിന്റെ മകൻ ആദിലിന്റെ നേതൃത്വത്തിലാണ് മരങ്ങൾ വെട്ടി നശിപ്പിച്ചതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഇവിടെ ആരില്ലാത്തൊരു സമയത്ത് നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള പള്ളിയോട് ചേർന്ന് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഇക്ബാലും അദ്ദേഹത്തിൻ്റെ മകൻ ആദിൽ ഇക്ബാലും ചേർന്ന് പുറത്തുനിന്ന് ആളിറക്കി പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. തർക്കത്തിൽ നിൽക്കുന്ന മരമാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആരില്ലാത്ത സമയം നോക്കിയിട്ട് പള്ളിയിൽ കയറി അവർ അതിക്രമിച്ച് കടന്ന് കയ്യൂക്ക് കാണിച്ച് ഒരു പൊതു സ്ഥാപനത്തിൻ്റെ മരങ്ങൾ മുറിക്കുകയാണ് ചെയ്തത്. മരങ്ങളെ ചൊല്ലി അയൽവാസിയും പള്ളി കമ്മിറ്റിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോലി ചെയ്യുന്ന കെട്ടിടങ്ങളിലെ ഇലക്ട്രിക് സാമഗ്രികൾ മോഷ്ടിക്കുന്ന കാട്ടകാമ്പാൽ സ്വദേശിയായ ഇലക്ട്രീഷ്യനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഷ്രായിക്കടവ് സ്വദേശി ശ്രീരാഗിനെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചിറക്കൽ ആനപ്പറമ്പിലുള്ള നവാസ് ബേക്കറിയിൽ നിന്നും 15,000 രൂപ വില വരുന്ന ഇലക്ട്രിക് വസ്തുക്കൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. താൻ ജോലി ചെയ്യുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഇലക്ട്രിക് വസ്തുക്കൾ മോഷ്ടിക്കാറുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. വാണിജ്യം. തൃശൂരിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമാനം സമ്മാനിച്ച തൃശൂർ സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസിൽ സ്പെഷ്യൽ ഫ്ലോറോടെ കർക്കിടക കിഴിവിന് തുടക്കമായി. പ്രത്യേക ഫ്ലോറിൽ മികച്ചതും വിപുലവുമായ വസ്ത്രശേഖരമൊരുക്കിയാണ് തൃശൂർ സീമാസ് കർക്കിടക സെയിലിനായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. കർക്കിടക കിഴിവിന് മുന്നോടിയായി തൃശൂർ സീമാസിൽ ക്യൂൻ ഓഫ് സീമാസ് ബ്യൂട്ടി കോൺടെസ്റ്റ് സംഘടിപ്പിച്ചു. കിഡ്സ്, ടീനേജ്, മിസ് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 50ഓളം പേരാണ് പങ്കെടുത്തത്. കിഡ്സ് വിഭാഗത്തിൽ യാഴിനിയും ടീനേജിൽ അതിത്രിയും മിസ് കോൺടെസ്റ്റിൽ വിഭാഗാധികാരിയും വിജയികളായി. ഇവർ മൂവരും ചേർന്ന് ഷോറൂമിൽ പുതുതായി സജ്ജമാക്കിയ കിഡ്സ് ആൻഡ് ടീനേജ്
ഫ്ലോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സൈക്കിൾ സമ്മാനമായി നൽകുന്ന ബാക്ക് ടു സ്കൂൾ ഓഫറിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പ് നടന്നു. തിരഞ്ഞെടുത്ത 10 ഭാഗ്യശാലികൾക്കാണ് സൈക്കിൾ സമ്മാനമായി നൽകുന്നത്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് MD KP സുധീർ, ജനറൽ മാനേജർ സുബ്രഹ്മണ്യൻ, ഷോ ഡയറക്ടർ സൂരജ് കൃഷ്ണ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ രാഖിൽ ദാസ്, ഇഷാനി, ഗ്രൂമർ ആൻഡ് കൊറിയോഗ്രാഫർ രശ്മിബായി, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി പുതുപുത്തൻ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ അതിശയിപ്പിക്കുന്ന ഓഫറുകളോടുകൂടിയ കമനീയ ശേഖരമാണ് ഫ്ലോറിനെ സവിശേഷമാക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ 5 മുതൽ 50% വരെ വിലക്കുറവിൽ സ്വന്തമാക്കാനുമാകും. കൂടാതെ 1+2, 1+1 കോംബോ ഓഫറുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ നിലകളിലായി ഒരുക്കിയിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ വൻ തിരക്കാണ് തൃശൂർ സീമാസിൽ അനുഭവപ്പെടുന്നത്. ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തെരുവുനായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങളേറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന ആശങ്ക, ഭീതിയിൽ ജനം. വരന്തരപ്പള്ളിയിൽ യുവതി മരിച്ച സംഭവം കൊലപാതകമെന്ന പോലീസ്. കൊടുമ്പോഴക്കിനെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ്. തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് വയോധികൻ മരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. ചാവക്കാട് മാമാ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. 3.5 പവൻ സ്വർണം കവർന്നു. കൈപ്പമംഗലം 3 പിടിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്ന് മന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.